അപകടത്തിൽപ്പെട്ട് റോഡിൽ ചോര വാർന്നു കിടന്ന യുവാക്കളെ ആശുപത്രിയിലെത്തിക്കാൻ ജനക്കൂട്ടം കാഴ്ചക്കാരായി മാറിയപ്പോൾ സ്വന്തം ബസ് തന്നെ ആംബുലൻസാക്കി മാറ്റി 3 ജീവനുകൾക്ക് തുണയായ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഇടപെടൽ സമൂഹത്തിന് വലിയൊരു മാതൃകയാകുകയാണ്. ഇടുക്കിയിൽ നടന്ന ഈ സംഭവം സഹജീവി സ്നേഹത്തിന്റെ അപൂർവ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഇടുക്കി മുരുക്കുംതൊട്ടി മിൽമ സൊസൈറ്റിക്ക് സമീപം ദാരുണമായ ബൈക്ക് അപകടമുണ്ടായത്. കുരുവിള സിറ്റി ഭാഗത്തു നിന്നും പൂപ്പാറയിലേക്ക് ബൈക്കിൽ സഞ്ചരിച്ച 3 യുവാക്കൾ റോഡിലേക്ക് തെറിച്ച് വീണ് ഗുരുതരമായി പരിക്കേറ്റു. അപകട വിവരമറിഞ്ഞ് പ്രദേശവാസികളും വഴിയാത്രക്കാരുമടക്കമുള്ള വലിയ ജനക്കൂട്ടം സ്ഥലത്ത് തടിച്ചുകൂടി. വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടതോടെ ഗതാഗതം സ്തംഭിച്ചു. എന്നാൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. ഈ സമയത്താണ് പൂപ്പാറയിൽ നിന്ന് അടിമാലിയിലേക്ക് പോവുകയായിരുന്ന സേനാപതി സ്വകാര്യ ബസ് അപകട സ്ഥലത്തെത്തുന്നത്. റോഡിലെ അസാധാരണ തിരക്ക് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡ്രൈവർ സുധീഷ് പി രമേശും കണ്ടക്ടർ മനു ബിനോയും വാഹനത്തിൽ നിന്നിറങ്ങി കാര്യം അന്വേഷിച്ചു. ചോരയിൽ കുളിച്ച് റോഡിൽ കിടക്കുന്ന യുവാക്കളെ കണ്ടതോടെ ഒരു നിമിഷം പോലും വൈകാതെ യാത്രക്കാരുടെ സമ്മതത്തോടെ ഇവരുടെ ബസ്സിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു. ഞങ്ങള് പൂപ്പാറയിൽ നിന്ന് സർവീസ് എന്നും വരുന്ന പോലെ പതിവ് പോലെ ഇങ്ങനെ 6 മണിക്ക് പോരുന്ന സമയത്ത് മുരുക്കുംതൊട്ടി പള്ളി കഴിഞ്ഞപ്പോൾ 2 സൈഡിലും കുറേ വണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ ബ്ലോക്കാ. അപ്പൊ ഇവൻ വണ്ടി അവിടെ ഒതുക്കി നിർത്തിയിട്ട് എന്നാന്നറിയാൻ വേണ്ടി ഇറങ്ങി ചെന്നപ്പോ 3 പിള്ളേര് ചോര വാർന്ന് അവിടെ കിടക്കുക സൈഡിൽ. ചുറ്റുവട്ടം നോക്കിയിരിക്കുന്ന ആരും ഒന്നും ചെയ്യുന്നില്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവനോട് പറഞ്ഞാൽ കയറ്റിക്കൊണ്ട് പോവാന്ന് പറഞ്ഞ് നേരെ വണ്ടി എടുത്തുകൊണ്ട് വന്നു. വണ്ടിയിലേക്ക് ഞങ്ങൾ തന്നെ പിടിച്ച് കയറ്റുന്നത്. കാരണം അവിടെ പിടിക്കാൻ പോലും ആരും സഹായിക്കാൻ പോലും തയ്യാറായില്ല. എന്നിട്ട് ചേട്ടാ ഒന്ന് പിടിച്ച് കയറ്റാവോ ഏട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ബ്ലഡ് ഛർദ്ദിച്ചു തുടങ്ങിയായിരുന്നു. രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം യുവാക്കളെ വിദഗ്ധ ചികിത്സയ്ക്കായി തമിഴ്നാട്ടിലെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്നാൽ തലക്കേറ്റ ഗുരുതര പരിക്കിനെ തുടർന്ന് പൂപ്പാറ സ്വദേശി അബ്ദുൾ റഹ്മാൻ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. ഗുരുതരമായി പരിക്കേറ്റ വിശ്വ തേനി മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആൽബിൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അതേസമയം അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.